ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഭവവികാസങ്ങൾ, കോതമംഗലത്തെ സോണയുടെ മരണം, ഇതൊക്കെ കേരളമേറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലവ് ജിഹാദ് ഒരു ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും നിർബന്ധിത മതപരിവർത്തനത്തിന് നിർബന്ധിച്ചു. അതിനുവേണ്ടി പാനായിക്കുളത്ത് ആ പെൺകുട്ടിയെ കൊണ്ട് പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് മൊഴിയുണ്ടായിട്ടും പോലീസ് പറയുന്നത് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ കേസെടുക്കാൻ നിയമമില്ല എന്നാണ്. അങ്ങനെ നിയമമില്ല എന്നുണ്ടെങ്കിൽ ആ നിയമം നിർമ്മിക്കുവാൻ, ഇതിനെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുവാൻ കേരള നിയമസഭ നിയമം പാസ്സാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. ഈ വിഷയത്തിൽ ഇന്ന് വരെയുള്ള സമീപനം വെച്ച് നോക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ ലവ് ജിഹാദിന് രാഷ്ട്രീയ പരിരക്ഷ നൽകുന്നു എന്ന് വേണം കരുതാൻ. ആരോട് എവിടെ ചോദിക്കുമ്പോഴും ഇങ്ങനെയൊരു വാക്ക് നിയമത്തിലില്ല എന്ന് പറയുന്നു. എന്നാൽ എനിക്കും നിങ്ങൾക്കും അറിയാവുന്നൊരു സത്യം, ഇതൊരു യാഥാർത്ഥ്യമാണ്. FIRലോ ഇതുവരെ കോടതികൾ പരിഗണിച്ചിട്ടുള്ള എവിടെയോ ലവ് ജിഹാദ് എന്ന വാക്ക് ഡിറൈവ് ചെയ്തിട്ടില്ല. ആ വാക്ക് ഇഷ്ടമുള്ളത് സർക്കാർ തീരുമാനിച്ചോട്ടെ, ഞങ്ങൾക്കും വിരോധമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്കെതിരെ, അതും പ്രണയം നടിച്ച് പെൺകുട്ടികളെ ചതിക്കുഴിയിലാക്കുകയും അവരെ നിർബന്ധിതമായി മതപരിവർത്തന കേന്ദ്രങ്ങളിൽ എത്തിച്ച് മതമാറ്റം നടത്തുകയും ചെയ്യുന്ന നിലപാടിനെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മാത്രമല്ല, ഇതിനെല്ലാം ഏറ്റവും അധികം നേതൃത്വം കൊടുക്കുന്നത് നമ്മളെല്ലാം രാജ്യവിരുദ്ധ ശക്തികളെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുള്ള സംഘടനകളുടെ സാന്നിധ്യം ഇവിടെ വളരെ വലുതാണ്. കോതമംഗലത്തെ പെൺകുട്ടി സോണയെ കൊണ്ടുപോയി പൂട്ടിയിട്ട സ്ഥലം പാനായിക്കുളമാണ്. ഞാൻ പറയാതെ തന്നെ പാനായിക്കുളത്തെ ഇത്തരം സംഘടനകളുടെ സാന്നിധ്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം. അവിടെ നടന്ന സിമി ക്യാമ്പിനെ കുറിച്ച് നമുക്കറിയാം. അവിടെ ഇപ്പോഴും സജീവമായിട്ടുള്ള ഇത്തരം സംഘടനകളുടെ PFI പോലെയുള്ള നിരോധിത സംഘടനകളുടെ സാന്നിധ്യം പാനായിക്കുളത്തുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. മാത്രമല്ല, ആ പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ച് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ബന്ധുക്കൾ മാത്രമല്ല, മറ്റു ചിലരും ഈ പെൺകുട്ടിയെ മതം മാറാൻ നിർബന്ധിക്കാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. പോലീസ് ഈ നിമിഷം വരെയും ആ വിഷയത്തിൽ അന്വേഷണം നടത്തിയിട്ടില്ല. മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ മരണശേഷം 2-3 ദിവസം ഈ റമീസിൻ്റെ മാതാപിതാക്കൾ ആ വീട്ടിലുണ്ടായിരുന്നു. അവരെ ചോദ്യം ചെയ്തില്ല എന്ന് മാത്രമല്ല, അവർക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യവും പോലീസ് നൽകി. ഇന്ന് അവർ ഇത്തരം ശക്തികളുടെ സംരക്ഷണയിലാണ്. അവർ ഇപ്പോൾ ഒളിവിൽ താമസിക്കുന്നത് PFIയുടെ സംരക്ഷണയിലാണ് അവരെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇനി പോലീസിന് അവരെ ലഭിക്കണമെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനോട് സംസാരിക്കേണ്ട ഗതികേടിലാണ്. ഇത്രയും ഗുരുതരമായ അവസ്ഥയിലൂടെ ഈ സംസ്ഥാനം കടന്നു പോകുമ്പോൾ ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ചു നിൽക്കുന്ന പിണറായി വിജയൻ ഇതിൻ്റെ ഈ സംവിധാനത്തിന് തന്നെ രാഷ്ട്രീയ പരിരക്ഷ നൽകുകയാണ്. ഇതൊരു രാഷ്ട്രവിരുദ്ധ പ്രവർത്തനമാണ്. കാരണം ഇതിന് പ്രേരിപ്പിക്കുന്നത്, അല്ലെ ഇതിന് മുൻകൈ എടുത്ത് മുമ്പിൽ നിൽക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രവിരുദ്ധ ശക്തികളായ, അല്ലെങ്കിൽ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന തീവ്രവാദ ശക്തികളാണ്. ഇവിടെ പൊന്നാനിയിലും ഈ ജില്ലയിലുള്ള പൈങ്ങോട്ടൂരുമുള്ള മതപരിവർത്തന കേന്ദ്രങ്ങളെ സംബന്ധിച്ചും സംസ്ഥാന സർക്കാർ ഗൗരവമായി അന്വേഷിക്കാൻ തയ്യാറാകണം. അവിടെ നടക്കുന്ന പ്രവർത്തികളെ സംബന്ധിച്ചും അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. കൊട്ടാരക്കരയിൽ
കുട്ടിയുടെ പേര് പറയുന്നില്ല. ആ കൊട്ടാരക്കരയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ സംഭവം ഉണ്ടായി. അതിൽ പരാതി ലഭിച്ചിട്ട് FIR ഇട്ടു. ഈ നിമിഷം വരെയും പ്രതിയെ പിടിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ആ FIRലും കൊട്ടാരക്കരയിലുള്ളത് സെക്ഷൻ 296B, 351, 78 പോസ്കോ. അവിടെയും ഒരു അംഗവൈകല്യമുള്ള പെൺകുട്ടിയെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തി ഇതിന് ശ്രമിച്ചിട്ടും പോലീസിനിടാൻ വകുപ്പില്ല. അപ്പോൾ കേരള നിയമസഭ ഈ വിഷയത്തിൽ ഗൗരവമായി ചർച്ച ചെയ്യുകയും ഈ വിഷയത്തിൽ നിയമനിർമ്മാണത്തിലൂടെ ഇവിടെ ഈ കേരളത്തിലെ പെൺകുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കുവാൻ വേണ്ട നടപടി നിയമനിർമ്മാണത്തിലൂടെ, അപ്പോൾ ഈ ലവ് ജിഹാദ് എന്നുള്ള പേരിടാൻ കഴിയുന്നില്ല എങ്കിൽ ഇഷ്ടമുള്ള പേരിട്ടോട്ടെ. അപ്പോൾ അതാണ് പ്രശ്നമെങ്കിൽ സംസ്ഥാന സർക്കാർ ഇഷ്ടമുള്ള പേരിട്ടോട്ടെ. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ തെളിവായി നിൽക്കുന്ന, നമ്മുടെ മുമ്പിൽ ദൃക്സാക്ഷിയായി, നമ്മുടെ മുമ്പിൽ ഒരു പ്രകടമായ തെളിവായി സോണ നിൽക്കുകയാണ്. സോണയുടെ മരണമൊഴി നിൽക്കുകയാണ്. സോണ അവസാനമായി കൂട്ടുകാരിയോട് പറഞ്ഞ മൊഴികൾ നിൽക്കുകയാണ്. ഈ സത്യങ്ങളുടെ മുമ്പിൽ ഇനിയെങ്കിലും സർക്കാർ കണ്ണു തുറന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ ഈ നാട് വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നതെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ കേസിലെ പ്രതികൾ ഈ റമീസിൻ്റെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ളവരാണ്. ഇത് എൻ്റെ ജ്ഞാനത്തിൽ നിന്ന് വന്നുള്ളതല്ല, അവിടെ നാട്ടിൽ ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഈ നിമിഷം വരെയും ഈ നമ്മൾ ആരോപിച്ച തീവ്രവാദ ബന്ധത്തെ സംബന്ധിച്ചോ ഇതിൻ്റെ പുറകിൽ PFI അതുപോലെയുള്ള സംഘടനകളുടെ ബന്ധത്തെ സംബന്ധിച്ചോ അന്വേഷിക്കാൻ ഈ നിമിഷം വരെയും പോലീസ് തയ്യാറായിട്ടില്ല. ആ കുടുംബം NIA-യുടെ അന്വേഷണം വേണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴെങ്കിലും കേരള പോലീസ് ആ ആംഗിളിലേക്ക് അന്വേഷിക്കാൻ ഈ നിമിഷം വരെയും തയ്യാറായിട്ടില്ല. എത്ര കണ്ണട ചിരുട്ടാക്കാൻ ശ്രമിച്ചാലും ഇത് കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നഗ്നമായ സത്യമാണ്. ഇപ്പം നമുക്കറിയാം, മറ്റ് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഉറഞ്ഞു തുള്ളുന്ന വ്യക്തികൾ, മതപരിവർത്തനത്തിൻ്റെ പേരിൽ എന്ന് പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഉറഞ്ഞു തുള്ളുന്ന ഒരു വ്യക്തിയെയും സ്വന്തം കാൽ ചുവട്ടിൽ നമ്മുടെ മൂക്കിന് കീഴെ ഒരു പെൺകുട്ടി മതപരിവർത്തനത്തിൻ്റെ പേരിൽ മാനസിക സമ്മർദ്ദം, ആ പ്രലോഭനങ്ങളുടെ പേരിൽ, ആ ഭീഷണിയുടെ പേരിൽ മാനസിക സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്തിട്ട് ഇവിടെ പിണറായി വിജയനോ VD സതീശനോ മിണ്ടാട്ടമില്ല. അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ പ്രീണന രാഷ്ട്രീയം, ആ പ്രീണന രാഷ്ട്രീയം ഈ നാടിനെ എങ്ങോട്ട് കൊണ്ട് എത്തിക്കുന്നു? ഈ രാജ്യത്ത് തന്നെ മുസ്ലിം സമുദായത്തിൽ, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന സെക്കുലർ കാഴ്ചപ്പാടുള്ള ആളുകളെ കൂടി ഇവിടുത്തെ രാജ്യവിരുദ്ധ ശക്തികളുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ മുമ്പോട്ട് പോകുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുവാൻ, ഇങ്ങനെയൊരു വിഷയം കേരള സംസ്ഥാനത്ത് നടന്നുവെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പോലും മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. ഇതൊരു ഗുരുതരമായ തെറ്റാണ്. ഈ വിഷയത്തെ ഗൗരവമായി കാണുവാനും ഇതിന് പരിഹാരമുണ്ടാക്കാനും നാളെ ഒരു സോന ഈ കേരള സംസ്ഥാനത്ത് ഉണ്ടാകാതിരിക്കുവാനും വേണ്ട നടപടി സംസ്ഥാന സർക്കാരും കേരള നിയമസഭയും സ്വീകരിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. ഇതുവരെ അങ്ങനെ ഒരു ഡയറക്ഷൻ വന്നില്ല. അങ്ങനെ ഒരു ഡയറക്ഷൻ പത്രങ്ങളിലൂടെ ഞാൻ വായിച്ചില്ല. ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഡയറക്ഷൻ ഉണ്ടെങ്കിൽ പെൺകുട്ടിയുടെ പേര് നിങ്ങൾ എൻ്റെ ഇതിൽ നിന്നും ഒഴിവാക്കണം, അല്ലെങ്കിൽ പ്രസ്സിൽ പത്രങ്ങളിൽ നാളെ വരുമ്പോൾ പേര് ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഡയറക്ഷൻ ഞങ്ങൾ പത്രങ്ങളിലൂടെയൊന്നും അറിഞ്ഞില്ല കേട്ടോ. ഈ സോണ എന്ന് പറഞ്ഞ പെൺകുട്ടി മരിച്ചു എന്ന് ആർക്കും സംശയമില്ലല്ലോ. അവൾ എഴുതി വെച്ചേക്കുന്ന കത്തിനകത്തെ കണ്ടന്റിൻ്റെ കാര്യത്തിൽ സംശയമില്ലല്ലോ. അവളെ പാനായിക്കുളത്ത് കൊണ്ട് പീഡിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അവിടെയുള്ള ആളുകൾക്കിടയിൽ അവളെ മതം മാറ്റത്തിന് നിർബന്ധിച്ചു എന്നുള്ള സംശയമില്ലല്ലോ. ഇതിനെല്ലാം കൂടെ പറയുന്ന പേരാണ് ലവ് ജിഹാദ്. അത് നിങ്ങൾ ഇഷ്ടമുള്ള പേരിൽ വിളിച്ചോ. ഞാൻ പറഞ്ഞല്ലോ, ലവ് ജിഹാദ് എന്നുള്ള പേര് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് മാറ്റി വെച്ചു. പക്ഷേ ഇത് നിയമം ഉണ്ടാകണം, അല്ലെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാകണം.
അത് നിർബന്ധമായി ലവ് ജിഹാദ് എന്ന പേര് പറയരുത് എന്ന് ചില ആളുകൾക്ക് നിർബന്ധമാണ്. എനിക്കൊന്നും ചെയ്യാനില്ല. മുഖ്യമന്ത്രിക്ക് അതാണ് നിർബന്ധം. അത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ അതിന് കൂട്ടുകൂടി കൊടുക്കരുത്. ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഇവർക്കൊക്കെ ആ ഒരു വാക്ക് പറയണമെങ്കിൽ അത് നിയമത്തിൽ എഴുതി ചേർക്കണം. അത് ചേർക്കണമെന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. അവർ മന്ത്രിമാരാണ്. ഷോൺ ജോർജിനോ സുമിത് ജോർജിനോ ഷൈജുവിനോ അഡ്വക്കേറ്റ് സജിക്കോ ഒക്കെ ഇവിടെ നിന്ന് പറയാം. ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റിരിക്കുന്ന ഭരണഘടനാപരമായി അധികാരത്തിലിരിക്കുന്ന ആളുകളല്ല. ഇതേ തുടർന്ന് ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി കോതമംഗലത്തും സ്റ്റേറ്റ് വൈഡ് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് വൈഡ് മിനിങ്ങാന്ന് പ്രതിഷേധമുണ്ടായിരുന്നു. പാർട്ടി അവിടെ കോതമംഗലത്ത് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ചു. ഇനിയുള്ള ദിവസങ്ങളിൽ മൈനോറിറ്റി മോർച്ച തിങ്കളാഴ്ച. അതെ, ഞങ്ങൾ അത് കോതമംഗലത്ത് മാത്രമല്ല സംസ്ഥാനത്തുടനീളം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. മൈനോറിറ്റി മോർച്ച അല്ല, തീർച്ചയായിട്ടും ഇതൊന്നും നമ്മളൊരു ആവശ്യം ഉന്നയിക്കണമല്ലോ. സർക്കാരിൻ്റെ മുമ്പിൽ നമ്മളൊരു ആവശ്യം ഉന്നയിക്കണം. പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു ആവശ്യമാണിത്. ആ ആവശ്യം ഉന്നയിച്ചു. ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ അലംഭാവം തുടർന്നാൽ, ഈ പ്രീണന നയങ്ങൾ അവർ ഇനിയും തുടരാനാണ് ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ പ്രക്ഷോഭം ആരംഭിക്കേണ്ടതാണ്. അല്ല, അത്തരം കാര്യങ്ങൾ ഞങ്ങൾ സംസ്ഥാന സർക്കാരിനോട് ഞങ്ങൾ ആവശ്യം ഉന്നയിക്കുന്നു. അവരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ നിലപാടുണ്ടായില്ലെങ്കിൽ പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യും. അല്ല, തീർച്ചയായിട്ടും ഒരു വിഷയാടിസ്ഥാനത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ പിതാക്കന്മാരും ഒക്കെ ആയിട്ട് ഡിസ്കഷൻ നടക്കുക. അവരുടെ എല്ലാവരുടെയും കൺസേൺ ആണിത്. 2009 ഇത് ഇപ്പോഴൊന്നുമല്ല, 2009 KCBC ജാഗ്രതാ സമിതി ഈ വിഷയത്തിൽ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് തന്നെ ഇടയലേഖനം ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാം കയ്യിലുള്ളതാണ്. അപ്പോൾ ഇത് ഒരു ചെറിയ കൺസേൺ അല്ലത്. പക്ഷേ പാലാ പിതാവ് കല്ലറങ്ങാട്ട് പിതാവ് ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവം എന്താണ്? പേടിപ്പിക്കുകയല്ലേ, ഭയപ്പെടുത്തുകയല്ലേ. കല്ലറങ്ങാട്ട് പിതാവ് ഒന്ന് പറഞ്ഞു, പിറ്റേ ദിവസം രാവിലെ കല്ലറങ്ങാട്ട് പിതാവിൻ്റെ പാലാ രൂപത ആസ്ഥാനത്തേക്ക് കുറുവടിയായിട്ട് ആയിരക്കണക്കിന് PFI പ്രവർത്തകർ മാർച്ച് ചെയ്തു. സ്വാഭാവിക പിതാക്കന്മാരല്ലേ ഇത്തരം കോൺട്രവേഴ്സിയിലോ അല്ലെങ്കിൽ ഈ യുദ്ധത്തിനോ വാക്പോരിനോ ഒന്നും നിൽക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാമ്പ്ളാനി പിതാവിനെതിരെ നടന്നത് എന്താ? പാമ്പ്ളാനി പിതാവ് BJP ചെയ്ത നല്ല കാര്യത്തെ ചൂണ്ടിക്കാണിച്ചു. അതിൻ്റെ തലേ ദിവസം BJP ഏറ്റവും അധികം വിമർശിച്ച ആളാണ് പിതാവ് ചൂണ്ടിക്കാണിച്ചു. പിതാവിനെതിരെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് രംഗത്തെത്തിയത്. പിന്നെ ആരെങ്കിലും BJPയെക്കുറിച്ച് നല്ലത് പറയാൻ പിന്നെ രംഗത്ത് വരുമോ? കാരണം BJP ചെയ്യുന്ന നല്ല കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്നുള്ള CPMൻ്റെ ശൈലിയാണ്. കോൺഗ്രസ് ഒരു മോശമല്ല. ഈ പാലാപിതാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ആളാണ് വി ഡി സതീശൻ. ഈ വിഷയത്തിൽ ഇത് തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പബ്ലിക് മീറ്റിങ്ങിലല്ല, പബ്ലിക്കിനോടല്ല, കുറവലങ്ങാട് പള്ളിയിൽ വിശ്വാസികളോട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ആളാണ് വി ഡി സതീശൻ.